ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ കുട്ടികൾക്ക് എങ്ങനെ നല്ലൊരു റുട്ടീൻ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇപ്പോൾ 4 വയസ്സിന് മേലുള്ള കുട്ടികൾക്കുള്ള റുട്ടീനാട്ടോ പറയുന്നത്. അപ്പോൾ ഇത് മാക്സിമം ഫോളോ ചെയ്യാൻ ശ്രമിക്കാൻ പറ്റാത്ത ദിവസങ്ങളൊന്നും പ്രശ്നമൊന്നുമില്ല. സ്ട്രിക്റ്റ് ആയിട്ടല്ല, എന്നാലും ഏതാണ്ട് ഇതുപോലെയൊക്കെ ഫോളോ ചെയ്ത് ഡെയിലി അങ്ങനെ ആകുമ്പോൾ കുട്ടികളുടെ മനസ്സിലും വരും ഇന്ന ടൈം ആകുമ്പോൾ ഇന്ന കാര്യങ്ങളെ ചെയ്യേണ്ടതെന്ന്. അപ്പം ചില മാസങ്ങളിൽ നമുക്ക് ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ അത് കാര്യമല്ല, നമ്മൾ നോർമൽ ഒരു റുട്ടീൻ ഉണ്ടാക്കിയെടുക്കുന്ന കാര്യമാണ് പറയണേ. അപ്പോൾ എൻ്റെ മോളുടെ കാര്യം പറയുകയാണെങ്കിൽ കാലത്ത് 6 മണിക്ക് എഴുന്നേൽക്കും. കാരണം പള്ളിയിൽ പോകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ മക്കളുടെ ടൈമിങ് എഴുന്നേൽക്കേണ്ടത് നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യുക. അപ്പോൾ അവർ എഴുന്നേൽക്കുന്നത് 6 മണിക്കാണ്. നമ്മൾ അതിന് മുൻപേ എനിക്ക് റെഡി ആവണം. എന്നാലാണ് നമ്മുടെ മക്കളെ നമുക്ക് റെഡിയാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 6 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ 6:30 അവൾ പള്ളിയിൽ പോകും. വന്ന ശേഷമാണ് കുളിച്ച് ഡ്രസ്സൊക്കെ മാറുന്നത്. യൂണിഫോമും സംഭവങ്ങളൊക്കെ ആദ്യം ചേഞ്ച് ചെയ്തിട്ടാണ് എന്താ പറയുക അവൾ ഭക്ഷണമൊക്കെ കഴിക്കാറ്. അപ്പോൾ നിങ്ങളുടെ റുട്ടീൻ നിങ്ങളുടെ കുട്ടികളുടെ അതനുസരിച്ച് തിരഞ്ഞെടുക്കുക. ചെറിയ മോളായിരുന്നപ്പോൾ അവൾ 6 മണിക്കൊന്നും എഴുന്നേക്കാറില്ല, 7 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേക്കാറുള്ളൂ. ഇപ്പോൾ ഇത്തിരി വലുതായി തുടങ്ങിയപ്പോൾ ടൈമിങ് മാറ്റി തുടങ്ങി. പിന്നെ പോകുന്നതിന് മുമ്പ് അവരുടെ ബെഡ് അവർ കിടന്നതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ കൂടി പഠിപ്പിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അവർ കുറേ നേരം എടുക്കുന്ന കാരണമാണ് ഞാൻ അത് പിന്നത്തേക്ക് ആക്കിയത്. കാരണം യൂണിഫോം അല്ലെങ്കിൽ മാറാൻ ലേറ്റ് ആവും. അതുകൊണ്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത ശേഷമാണ് അവൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അതിന് ശേഷം അവരുടെ ബാഗും ഷൂസൊക്കെ തലേദിവസം തന്നെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. അതെടുത്ത് വീട്ടിലെല്ലാവരോടും യാത്ര പറഞ്ഞ് അവരെന്താ പറയുക, അങ്ങനെ ഒരു ശീലം കൂടി ഉണ്ടാക്കുക. വീട്ടിലെല്ലാവരോടും യാത്ര പറഞ്ഞ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് കുട്ടികളെ സ്കൂളിലേക്ക് വിടാണെന്നുണ്ടെങ്കിൽ നല്ല റിലാക്സ് ആയിട്ട് അവർക്ക് പോകാൻ പറ്റും. അപ്പം നമ്മളും കൂടി ഒന്ന് പ്ലാൻ ചെയ്താലാട്ടോ കുട്ടികൾക്കും അതനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ നിർബന്ധിപ്പിച്ചിട്ടല്ല, പക്ഷെ അതൊരു എന്താ പറയുക ഒരു ഗെയിം പോലെ അല്ലെങ്കിൽ അവരൊരു ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിൽ അവരത് ഫോളോ ചെയ്യിപ്പിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള ഐഡിയയും കൂടി ഞാൻ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു തരാം ഞാൻ എന്താ ചെയ്യാറെന്ന്. അവർക്ക് ചില സമയത്ത് മടി വരും. അപ്പോൾ അതുകൊണ്ടാണ് പറയണേ. അത് കഴിഞ്ഞിട്ട് സ്കൂൾ കഴിഞ്ഞ് വന്നാലുള്ള റുട്ടീനും കൂടി പറയാം. റുട്ടീൻ എന്ന് വെച്ചാൽ അവർ ചെയ്യേണ്ട ചില കാര്യങ്ങൾ, ടിഫിൻ ബോക്സ് അവരുടെ കൊണ്ടുവയ്ക്കണം കഴുകാൻ വേണ്ടിയിട്ട്. അവർ ഏജ് കൂടുന്നോറും നമ്മൾ അവരെ കഴുകിപ്പിക്കാൻ പഠിപ്പിക്കും വേണം, പാത്രമൊക്കെ അവരുടെ സ്വന്തമായിട്ട്. അപ്പോൾ മൂത്ത മോളെ പിത്തിരീശ അത് പഠിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. ചെറിയ മോൾക്ക് 4 വയസ്സായതുകൊണ്ട് സ്ലോയിൽ പഠിപ്പിക്കണുള്ളൂ. പിന്നെ ബാഗ് ഷൂസൊക്കെ എടുത്ത് വയ്ക്കുക. ഒന്ന് കുളിച്ച ശേഷം ഫുഡ് കഴിക്കും. പിന്നെ കുറച്ച് നേരം അവർക്ക് കളിക്കാൻ 5:45 ആകുമ്പോഴേക്കും പഠിക്കാനിരിക്കും. പഠിച്ചു കഴിഞ്ഞാൽ പ്രയറാണ്. പ്രയർ കഴിഞ്ഞാൽ പിന്നെ ഡിന്നർ കഴിഞ്ഞാൽ കുറച്ച് നേരം അവർക്ക് TV കാണാൻ അനുവദിക്കും. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസത്തേക്കുള്ള പ്രിപ്പറേഷനായിട്ട് ബാഗൊക്കെ സെറ്റ് ചെയ്ത് വെപ്പിക്കണം. യൂണിഫോമൊക്കെ സെറ്റ് ചെയ്ത് ഒരു 8:30-9 മണി ആകുമ്പോഴേക്കും ഉറങ്ങുന്ന പോലെയാണ് സെറ്റ് ചെയ്തേക്കണം. ചില ദിവസങ്ങളിലൊക്കെ അതൊക്കെ മാറി മറിഞ്ഞ് പോവും. എന്നാലും ഈ ഒരു ടൈമിൽ തന്നെ മിക്കപ്പോഴും ഇതിൽ നേരത്തെ ഒന്നും കിടക്കാറില്ല. അവർക്ക് അത്രയും നേരം ഉറക്കം വരാത്തതുകൊണ്ട് ഈ ഒരു ടൈമാണ് എടുത്തിരിക്കുന്നത്. പക്ഷെ അവൾ കാലത്ത് എന്നും 6 മണിക്ക് കുറേ നാളായിട്ട് അങ്ങനെ വിളിക്കണ കാരണം കുഴപ്പമില്ല, അങ്ങനെ എണീറ്റോളും. അപ്പോൾ പ്രശ്നമില്ല. പക്ഷെ ചെറിയ മോളെ ആ ഒരു ടൈമിൽ എഴുന്നേൽപ്പിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ കുട്ടികളെ അപ്പോൾ ഇതുപോലെ തന്നെ അവർക്കൊരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ അവരവിടെ ഉറങ്ങുന്നില്ലെങ്കിലും പഠിക്കാനും അവർക്ക് അതിനുള്ളൊരു സ്പേസ് നമ്മുടെ വീട്ടിൽ എവിടെയെങ്കിലും ഒന്ന് ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ റുട്ടീൻ്റെ ചാർട്ട് ഞാൻ ഉണ്ടാക്കിയത് നല്ല പിക്ചേഴ്സൊക്കെ വരച്ചിട്ട്, കുഞ്ഞു കുട്ടികളാണെങ്കിൽ അവർക്ക് വായിക്കാൻ പറ്റില്ല. അപ്പോൾ നല്ല പടങ്ങളൊക്കെ പോലെ വരച്ചിട്ട് ഒന്ന് അവരുടെ റൂമിൽ എവിടെയെങ്കിലും തൂക്കിയിടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഈ റുട്ടീൻസൊക്കെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ സ്മാർട്ട് ഫോണിൻ്റെ ഒക്കെ ടൈമാണ് നമ്മുടെ കുട്ടികൾക്ക്, അത് ഇഷ്ടമാണ്. ഞാൻ അത്രയും എനിക്ക് ഇഷ്ടമില്ല മൊബൈൽ കുട്ടികൾക്ക് കൊടുത്തിട്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ. പക്ഷേ നിങ്ങളുടെ കുട്ടികൾക്ക് ഇനി മൊബൈൽ വെച്ചൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എനിക്കും ഇഷ്ടപ്പെട്ട ഒരു ഐഡിയ, അവർക്ക് ടൈം നോക്കാൻ അറിയില്ല കുഞ്ഞു കുട്ടികൾക്ക്. അപ്പോൾ അവർക്കൊരു കാര്യമുള്ളത്, ഈ രാവിലെ പോകുമ്പോഴത്തെ ഈ ടാസ്കുകളൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരു കിഡ്സ് ടൈമർ എന്ന് പറഞ്ഞിട്ട് പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ അങ്ങനത്തെ കുറേ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. ടൈമർ എന്ന് പറയാം കേട്ടോ, ക്ലോക്ക് അടിച്ചാൽ ശരിയാവില്ല, ടൈമർ. അപ്പോൾ അങ്ങനത്തെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈം സെറ്റ് ചെയ്യാം. 5 മിനിറ്റ്സ് ടൈമർ സെറ്റ് ചെയ്യാം. അങ്ങനെ ടൈം സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ അതൊരു അലാറം പോലെ, അതായത് അതിങ്ങനെ ക്ലോക്ക് പോലെ ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കും. കുട്ടികൾക്ക് അതിൽ മനസ്സിലാക്കാൻ അവർക്ക് പറ്റും. ചെറിയ കുട്ടികൾ തന്നെ 4 വയസ്സായ മോൾക്കും അത് മനസ്സിലാക്കാം. അപ്പോൾ അതിലൊരു സൗണ്ടും ഉണ്ട്, ഇങ്ങനെ ക്ലിക്ക് 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 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ സൗണ്ട് കേൾക്കുമ്പോൾ അവർക്കൊരു ഇങ്ങനെ വേഗം ചെയ്ത് തീർക്കണം എന്നൊരു പേടിയാണ്. ഇത്ര ടൈം തന്നെ ഉള്ളൂ. അവരൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ അവർക്ക് ടൈം അറിയില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം ചെറിയ കുട്ടികളുടെ. അപ്പോൾ ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കാലത്ത് അവർ പെട്ടെന്ന് എഴുന്നേറ്റ് ഒന്ന് ഉഷാറായി കഴിഞ്ഞ ഒരു ഗെയിം പോലെ അവരെ ഫാസ്റ്റായിട്ട് കാലത്തെ കാര്യങ്ങളും അതേപോലെ തന്നെ ക്ലാസ് വിട്ട് വന്നിട്ടുള്ള ആ കാര്യങ്ങൾ ചെയ്യാൻ അവർക്കൊരു മോട്ടിവേഷൻ ആയിരിക്കും. മാത്രമല്ല പഠിക്കുന്ന സമയത്തും ഈ ഒരു ടൈമർ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ആ സൗണ്ട് ഇല്ലാതെ നമുക്ക് ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ആ സൗണ്ടും വേണ്ടാന്ന് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ടൈമർ പോലെ സെറ്റ് ചെയ്താൽ പഠിക്കുമ്പോൾ ഹോംവർക്കൊക്കെ ചെയ്യാൻ കുറച്ചും കൂടി അവർക്ക് ടൈം ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കാനും ഒരു ടൈമർ സെറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുമാത്രമല്ല ഈ ടൈമർ ആപ്ലിക്കേഷൻ മാത്രമല്ല,
രാവിലത്തെ റുട്ടീൻ കുട്ടികളുടെ നല്ല ഈസി ആക്കാൻ വേണ്ടിയിട്ട് മോർണിംഗ് സ്കെഡ്യൂൾ ഫോർ കിഡ്സ് എന്നോ അങ്ങനെ നമ്മൾ പ്ലേ സ്റ്റോറിൽ അടിച്ചാൽ കുറേ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. അതിലൊരു ടിമോ എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. നല്ല ആപ്ലിക്കേഷനാണ്. അതൊന്ന് എടുത്ത് നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അറിയില്ലെങ്കിൽ ഞാൻ അതിന് വേണ്ടി വീഡിയോ ഇടാം എങ്ങനെ യൂസ് ചെയ്യാമെന്ന്. നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ഗെയിം പോലെയാണ്. അതിലും രാവിലെ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും അതുപോലെ ക്ലാസ് വിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുടെയൊക്കെ ഒരു ഗെയിം പോലെ അവരിങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ ക്ലിക്ക് ചെയ്ത് ഓരോന്ന് കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്താൽ കുട്ടികൾക്ക് ഓരോ സ്റ്റാർ പോലെ പോയിന്റ്സ് ഒക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കാണാം മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ്. അപ്പോൾ വേക്കപ്പ് ടൈം എന്ന് പറഞ്ഞിട്ട് അവർ 5 മിനിറ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളത് ക്ലിക്ക് ചെയ്താൽ അവരിങ്ങനെ കൗണ്ട് ഡൗൺ പോലെ ചെയ്യും. അപ്പോൾ കുട്ടികളെ നമ്മൾ വിളിച്ച് എഴുന്നേപ്പിച്ച ശേഷം ഓരോന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ എനിക്ക് എന്താ മൊബൈലിൽ ഇങ്ങനത്തെ കൊടുക്കാൻ ഇഷ്ടമില്ല എന്ന് വെച്ചാൽ ചില കുട്ടികളത് കൊടുത്താൽ മേടിക്കാൻ പറ്റില്ല, വാശി പിടിച്ചിട്ട് പിന്നെ കുറുമ്പാവും. അപ്പോൾ അങ്ങനത്തെ കുട്ടികൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. പക്ഷേ നമ്മുടെ കുട്ടികളുടെ ഫോൺ നമ്മൾ ആ ഒരു പർപ്പസിന് മാത്രം ഉപയോഗിച്ചിട്ട് മേടിക്കാമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ അടുത്ത ടാസ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കൊടുത്താൽ അപ്പോൾ ഓരോ സ്റ്റാർ കിട്ടി കഴിയുമ്പോൾ ലാസ്റ്റ് ഒരു ട്രോഫി പോലെ അവർ കൊടുക്കുന്നുണ്ട് ഡെയിലി ആക്ടിവിറ്റീസൊക്കെ കഴിയണേന് അങ്ങനെ. അപ്പോൾ അതുപോലെ കണ്ടില്ല, ഇതുപോലെ ഓരോ ടൈമിലെ ടാസ്കുകളും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ കുറേ എണ്ണം ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ കുറച്ചെണ്ണത്തിൻ്റെ ലിങ്ക്സ് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനും കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്തിട്ട് അപ്പോൾ അതിലുള്ള ഇഷ്ടമുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നോക്കിയിട്ട് നല്ലത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ അതും കൂടി ആകുമ്പോൾ കുട്ടികൾക്ക് കുറച്ചും കൂടി ടൈമിന് കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് വരും. ഇനി നിങ്ങൾക്ക് ഇത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ലിസ്റ്റിൽ പേപ്പറിൽ എഴുതി കൊടുത്തോളൂ, അന്നേരം ടിക്ക് ഇടാൻ പറയുകയെ അങ്ങനെ ചെയ്താലും മതി, പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ എന്താ പറയുക കിഡ്സ് റുട്ടീൻ ചെക്ക് ലിസ്റ്റ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഗൂഗിളിൽ പിക്ചേഴ്സ് കിട്ടും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്കത് പ്രിൻ്റ് എടുത്താലും മതി, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വീട്ടിലെ കാര്യങ്ങളും എന്താ പറയുക പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ റുട്ടീൻ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ മറക്കാതെ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് കുട്ടികളെ കുറച്ചും കൂടി എനർജറ്റിക് ആക്കാൻ ശ്രമിക്കുക. ഞാനും ഇതുപോലെ ട്രൈ ചെയ്യുന്നുണ്ട്. ഇടയ്ക്കൊക്കെ മിസ്സായി പോയാലും പറ്റുന്ന ദിവസങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്ത് എന്നോട് മറക്കാതെ പറയുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെയും നിങ്ങളോട് എല്ലാവരോടും ബൈ ബൈ.